ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെ പോലെ ഇന്ന് ഞാൻ എന്തുണ്ടാക്കും, ഇന്ന് ഉണ്ടാക്കാണ്ടിരിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കയറി വന്നേക്കുവാണേ. ഇന്ന് എൻ്റെ മെയിൻ തീം ചെമ്മീനാവട്ടെ. ചെമ്മീനും മാങ്ങിയ മുരിങ്ങക്കോലും പിന്നെ ചെമ്മീനും തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയതും അടിപൊളി. നമുക്ക് ഈ ചെമ്മീനിലോട്ടെ കുറച്ച് തേങ്ങാക്കൊത്തും സവാള എരിഞ്ഞതും, സവാള നമ്മൾ കുറച്ച് കട്ടിക്കരിയാണ്, അതെങ്ങനെ പറയാ, നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള എരിയില്ലേ കുറച്ച് വീതിക്ക്, അങ്ങനെ എരിഞ്ഞ സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും, പിന്നെ രണ്ട് പീസ് കുടംപുളിയും കൂടി ഇട്ടിട്ടെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാട്ടോ. ഉപ്പിടാൻ മറക്കല്ലേ. അടുത്ത ഐറ്റം നിങ്ങൾക്ക് പറയാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള ഞാൻ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ടർമറിക്കും കുറച്ച് കളറിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കുവാണേ. ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടേ ചെമ്മീനും മങ്ങി മുരിങ്ങക്കോലും വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഞാൻ വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചക്കക്കുരും എന്ത് കെട്ടിയിട്ടുണ്ടേ. ഇതിന്റെ ഇടയ്ക്ക് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുത്തിട്ടേ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാട്ടോ. ഇതിൽ ഫ്രോസൺ മുരിങ്ങാക്കോലാണ് ഇട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തത്. ഇനി അരപ്പിന് വേണ്ടിയിട്ടേ ഞാൻ തേങ്ങയിലോട്ട് നമ്മൾ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാൻ പോവാണ്. ഈ ഉണക്കച്ചെമ്മീൻ വേണമെങ്കിൽ പകുതി നിങ്ങൾക്ക് അരയ്ക്കാം, പകുതി നമുക്ക് കറിയിൽ ഡയറക്റ്റ് ചേർക്കാട്ടോ. പക്ഷെ എനിക്ക് അത് ഇടയ്ക്ക് കടിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ മൊത്തത്തോടെ ഇട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഒരു തള വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് താളിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോല് കറി റെഡി. ഞാൻ ചെമ്മീനും തേങ്ങക്കൊത്തും വഴറ്റാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് ചതച്ച മുളകും കൂടി ചേർത്തിട്ട് അത് നല്ലതായിട്ട് മൂക്കുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനും തേങ്ങക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ അതും റെഡി. ചിങ്ങപ്പയറിന്റെ തോരനും കൂടി ഉണ്ടാക്കണ്ടേ. എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചധികം ലേറ്റ് ആയി പോയി കേട്ടോ. പെട്ടെന്ന് എടുക്കാം. ചെമ്മീനും തേങ്ങക്കൊത്തും കൂടെ ഒലത്തിയിട്ട് കൊടുക്കുകയാണെ. അതിൻ്റെ കൂടെ തന്നെ അച്ചിങ്ങപ്പയറിൻ്റെ തോരനും പിന്നെ എന്തെങ്കിലും കുറച്ച് കണ്ണിമങ്ങാച്ചാർ ഇരിക്കണ്ടേ. ചെറിയൊരു കുപ്പി കണ്ണിമങ്ങാച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ കണ്ണിമങ്ങാച്ചാറും പിന്നെ നമ്മുടെ ചെമ്മീനും മാങ്ങിയ മുരിങ്ങക്കോല് കറിയും കൂടി ഒഴിച്ചിട്ട് ആഹോ എല്ലാം കൂടി ഒന്ന് കഴിച്ച് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ഊണ് നല്ല സൂപ്പറായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ.